നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഷീലെ, എന്താ മാഡം? ബംഗ്ലാദേശിൽ പോകുന്നവരുടെ ലിസ്റ്റ് കമ്പ്യൂട്ടറിൽ കയറ്റിയല്ലോ? യെസ് മാഡം. അതിന്റെ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്നാ അതെങ്കിലും തരൂ. ഇതിന്റെ ഒരു കോപ്പിയും കൂടെ എടുത്ത് വെച്ചേക്കൂ. യെസ് മാഡം. കുട്ടി ചോദിച്ചത് പ്രകാരം 2 ദിവസം മുമ്പ് ഇവിടെ ജോലിക്ക് അപേക്ഷിച്ച എല്ലാവരുടെയും ഫോട്ടോ അടക്കമുള്ള വിവരങ്ങൾ ഇതിലുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല മാഡം. കുട്ടിയെ എന്റെ അടുത്ത് എത്തിച്ചത് ദൈവമായിരിക്കും. ഞാനും കുട്ടിയെ പോലെ നേരിട്ട് കാണാത്ത ഒരാളെ ഫോണിലൂടെ സംസാരിച്ച് പ്രേമിച്ചതാ. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുക. നീയും സന്തോഷത്തോടെ ജീവിക്കേ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഗന്ധർവനെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഈ ഫോട്ടോകൾ നോക്കിയിട്ട് എന്താ കാര്യം? ഓട്ടോ ചേട്ടനെ വിളിച്ചു വരാൻ പറയാം. അദ്ദേഹം ഇതിൽ ആരാണ് ഗന്ധർവൻ എന്ന് കണ്ടുപിടിച്ചോളും. പറമോളെ. ചേട്ടൻ പറഞ്ഞ ഓഫീസിൽ പോയി ഞാൻ അന്വേഷിച്ചു. അവിടെ ജോലിക്ക് അപേക്ഷിച്ച ആളുകളുടെ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചേട്ടനൊന്ന് വന്ന് ഇതിൽ ആരാണ് ഗന്ധർവൻ എന്ന് പറയാൻ പറ്റോ? മോളെ, ഞാൻ രാവിലെ പറഞ്ഞ ആ പ്രായമായ ചേച്ചിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. കൂടെ നിൽക്കാൻ വേറെ ആരുമില്ല. ഞാൻ മരുന്നുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല മോളെ. മോക്ക് വിഷമമായി എന്ന് എനിക്കറിയാം. നാളെ രാവിലെ ഈ ചേച്ചിയുടെ മക്കളെത്തും. അവരെ ഭദ്രമായി ഏൽപ്പിച്ച ശേഷം ഞാൻ നാളെ മോളെ കാണാൻ വരാം. അവിടെ വന്നവരുടെ വിവരങ്ങൾ മോളുടെ കയ്യിൽ ഭദ്രമായി ഉണ്ടല്ലോ. നാളെ രാവിലെ തന്നെ ഗന്ധർവൻ ആരാണെന്ന് ഞാൻ മോക്ക് കാണിച്ചു തരാം. ശരി. സോറി മോളെ. ഏയ് സാരല്ല, ഒരു സഹായം ചെയ്യാന്നല്ലേ. ചേട്ടൻ ചെയ്യുന്ന ഒരു നല്ല കാര്യ. ഞാൻ കാത്തിരുന്നോളാം. ഞാൻ നാളെ നേരത്തെ എത്തിക്കോളാം മോളെ. എന്താ പോരെ? ശരി. ഗന്ധർവ, നീ ഇപ്പൊ എന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. നിന്നെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. ഈ പാറു എവിടെ പോയി? ഇനി എങ്ങാനും ആ ഓട്ടോക്കാരൻ എന്നെ കുറിച്ച് പാറുവിനോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ? ഞാനാണ് ഗന്ധർവനെന്ന് പാറുവിന് മനസ്സിലായി കാണൂ. എന്താ? ഏയ് ഒന്നുമില്ലേ. എത്ര ഏട്ടാ? 100 രൂപ. എന്താ പ്രിയം ചേട്ടാ? താൻ എവിടെയായിരുന്നു? തന്നെ അന്വേഷിച്ച് ഞാൻ കമ്പനി വരെ വന്നിരുന്നു. അപ്പൊ താൻ നേരത്തെ പോയി എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? പ്രിയം ചേട്ടന്റെ നമ്പറിൽ നിന്നും എനിക്ക് കോളൊന്നും വന്നില്ലല്ലോ. എന്റെ ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ട് വേറൊരാളുടെ നമ്പറിൽ നിന്ന് എനിക്ക് വിളിക്കേണ്ടി വന്നു. പ്രിയം ചേട്ടനാണ് വിളിക്കുന്നത് എനിക്കറിയില്ലല്ലോ. അതാ ഞാൻ എടുക്കാത്ത. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതിന് മാത്രം എന്ത് തിരക്കാ തനിക്കുള്ളത്? താൻ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഗന്ധർവനെ കണ്ട് ഒരു ഓട്ടോ ചേട്ടനെ പരിചയപ്പെട്ടെന്ന്. അദ്ദേഹത്തെ കണ്ട് കൂടുതൽ കാര്യം ചോദിച്ചറിയാൻ വേണ്ടി പോയതാ. എന്നിട്ട് ആ ഓട്ടോക്കാരൻ എന്തെങ്കിലും വിവരം തന്നോ?
ഗന്ധർവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞോ? ഇല്ല. ആ പക്ഷേ ഒന്ന് നിർത്തുന്നുണ്ടോ? തന്നോട് ഞാൻ പറഞ്ഞു മടുത്തു. ഗന്ധർവൻ എന്ന പേരും വെച്ച് എല്ലാരും എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അതെന്താ പാറുവിന് മനസ്സിലാവാത്തത്? കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ചൂടെ? താനിപ്പോ എന്തൊക്കെ പ്രശ്നത്തിന്റെ നടുവില? തന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? ആരെങ്കിലും ഗന്ധർവനെ പറ്റി അറിയാന്ന് പറയുമ്പോ ഇതെല്ലാം മറന്നിട്ട് പോവാൻ തനിക്ക് എങ്ങനെയാ പറ്റുന്നത്? എന്ത് വിശ്വസിച്ചിട്ട് താൻ ആ ഓട്ടോ ഡ്രൈവറുടെ കൂടെ പോയത്? ആ ഓട്ടോച്ചേട്ടൻ നല്ല ആളാ. അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് നിന്നും എനിക്കൊന്നും കേൾക്കണ്ട. ആദ്യം തന്നെ കാണുന്നവർക്കെല്ലാം നല്ലവരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അങ്ങ് നിർത്തണം. നന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നിട്ട് ഗന്ധർവനാണെന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടിയതെല്ലാം താൻ മറന്നോ? തനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്നില്ലേ? ആ പ്രശ്നത്തിന് ശേഷം എല്ലാരും പാറുവിനെ എങ്ങനെയാ കണ്ടതെന്ന് ഓർമ്മയില്ലേ? അതോ എനിക്ക് ഇത്രയും നാണം കെട്ടാ പോരാ, ഇനിയും വേണമെന്ന തീരുമാനത്തിലാണോ? ഗന്ധർവൻ മോശക്കാരനാണെന്ന് തന്റെ ചുറ്റിലുള്ളവരെല്ലാരും പറയുമ്പോഴും ആരെയും വിശ്വസിക്കാതെ ഞങ്ങൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നത്? താൻ ഗന്ധർവനെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് കൈലാഷ് സാറിന് അറിയോ? താൻ ഉള്ള ജോലി ചെയ്യാതെ ഏതോ ഒരു ഓട്ടോക്കാരൻ പറയുന്നതും കേട്ട് ഗന്ധർവനെ തേടി നടക്കുകയാണെന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയട്ടെ? അയ്യോ വേണ്ട പ്രിയഞ്ചേട്ടാ. ആ അപ്പൊ താൻ കാണിച്ചു കൂട്ടുന്നതൊക്കെ ബാക്കിയുള്ളവരറിഞ്ഞാൽ ദേഷ്യപ്പെടുമെന്ന് എനിക്കറിയാം. എന്നിട്ടും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദയവ് ചെയ്ത് ഗന്ധർവനെ തെരഞ്ഞുള്ള നടത്തം ഒന്ന് നിർത്ത്. അങ്ങനെ ഒരുത്തനില്ല. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക പാറു. താൻ എവിടെയാണെന്നറിയാതെ 2 മണിക്കൂറായിട്ട് ഭ്രാന്തനെ പോലെ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയഞ്ചേട്ടനോട് പറയാതെ പോയത് ഞാൻ ചെയ്ത തെറ്റാ. ഇനി ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പോരെ? ശരി, സമയമായി. ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. പോ. താൻ ആദ്യം ബൈക്കിൽ കയറിയിരുന്ന ഞാൻ എങ്ങനെ കയറും? ആ അത് കൊള്ളാം. എന്നാ പിന്നെ കയറിയിട്ട് തന്നെ കാര്യം.